മുഖ്യമന്ത്രിയുടെ 12 പരിപാടികൾ ഉൾപ്പെടുത്തി കൊടകരയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ പൊതു ശൌചാലയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ലെന്ന് ആക്ഷേപം. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഈ പദ്ധതി. അന്ന് ഉദ്ഘാടന സമയത്ത് മന്ത്രി പറഞ്ഞത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രമായിരിക്കും എന്നാണ്. പക്ഷേ ഇത്രയും നാളുകളായിട്ട് ഇതിൻ്റെ ടോയ്ലറ്റ് സംവിധാനം പൊതുജനങ്ങൾക്ക് വേണ്ടി ഇതുവരെ പഞ്ചായത്ത് തുറന്നു കൊടുത്തിട്ടില്ല. കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊടകര ഗാന്ധിനഗറിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ പൊതു ശൌചാലയമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളായിട്ടും പൊതുജനങ്ങൾക്കായി ഇതുവരെ തുറന്നുകൊടുക്കാത്തത്. ഷഷ്ടി പോലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് പോലും നിരവധി ജനങ്ങളാണ് കൊടകരയിൽ എത്തുന്നത്. ഇത്തരത്തിലെത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. നമ്മളെ ഇപ്പം ഇന്നലെയും വന്നു ഇന്നും വന്നു. ബേസനിലും വെള്ളമില്ല, ബാത്റൂമിലും വെള്ളമില്ല. ബാത്റൂമാണെങ്കിൽ പൂട്ടിയിട്ടേക്കുക, ബേസനിലാണെങ്കിൽ വെള്ളം കിട്ടണില്ല. അപ്പോൾ എന്തിനു വേണ്ടിയ പഞ്ചായത്ത് ഇങ്ങനെ ഒരു ബിൽഡിങ് പണിതിട്ടിട്ട് ഇത്രയും കാശ് മുടക്കിയിട്ട് നമുക്കൊരു ഉപകാരമില്ലാത്ത ഒരു സംഭവം ചെയ്യണേ. ഇത്ര വലിയൊരു പരിപാടിയൊക്കെ കൊടകര നടന്നിട്ട് ആ ബാത്റൂം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുകൊണ്ട് എന്താ കുഴപ്പം? കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കൊടകര ഗാന്ധിനഗറിലും കൊടകര ജംഗ്ഷനിലും മേൽപ്പാലം ജംഗ്ഷനിലും ഈ ടോയ്ലറ്റുകളും സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇവയും വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന അധികൃതരുടെ യോഗത്തിൽ കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് പൊതു ശൌചാലയം തുറന്നുകൊടുക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇതുവരെ കൊടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഷഷ്ടിയുടെ തലേദിവസം കൂടിയ RTO യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു തന്നതാണ് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന്. ആ യോഗത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും CI അടക്കമുള്ള വിവിധ NGOs ഉണ്ടായ യോഗത്തിലാണ് പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ ആ വാക്ക് പോലും പാലിക്കാൻ നമ്മുടെ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് സാധിച്ചിട്ടില്ല. സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ജനങ്ങളെത്തുന്ന കൊടകര ഷഷ്ടി പോലുള്ള ആഘോഷ ദിവസങ്ങളിൽ പൊതു ശൌചാലയം അടച്ചിടുന്നത് പൊതുജനങ്ങളോട് ചെയ്യുന്ന കടുത്ത അവഗണനയാണെന്ന് നാട്ടുകാർ പറയുന്നു.